ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഓറിയോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്കിത് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസ് പരുവത്തിന് മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് ടിന്നിലാണോ ചെയ്യുന്നത് ആ ഒരു ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഓയിൽ തടവി വയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മളെ കുക്കർ നല്ലൊരു ചൂട് വേണം ഇത് വെക്കണ നേരത്ത്. അപ്പോൾ ഒരു 45 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പിച്ചാത്തിയിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ അവിടെ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളെ കേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇവിടെ 2 ലെയറായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിക്കുന്ന നേരത്തെ എത്തണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇതുപോലെ ക്രീം ചെയ്യാൻ എളുപ്പം ആ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഫുള്ളൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ലെയറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു ഫ്ലവറിൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളം ഓപ്ഷൻ വരെ നിങ്ങൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കേ ബൈ.